ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൂതന്മാരും സ്തുതിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-10 വാക്യങ്ങൾ. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. സ്വർഗത്തിൽ ദൂതന്മാരുടെ പാട്ടുകളുമുണ്ട്, വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധരുടെ ഗാനങ്ങളും. ഈ 2 തരം ഗാനങ്ങളിൽ ഭൂമിയിൽ നിന്ന് കർത്താവ് വീണ്ടെടുത്തവരുടെ ഗാനം ഹൃദയത്തിന് മധുരവും ആനന്ദദായകവുമാണ്. ദൂതന്മാർക്ക് പാടാൻ കഴിയുകയില്ല. ഞാനൊരു പാപിയായിരുന്നു, കർത്താവെ നീ എന്നെ വീണ്ടെടുത്തു. കാരണം വീണ്ടെടുക്കൽ എന്നതിന്റെ അർത്ഥം എന്താണെന്ന് അവർക്കറിയുകയില്ല. എന്നാൽ നമ്മെ വീണ്ടെടുക്കാൻ കർത്താവായ യേശുക്രിസ്തു ചെയ്ത മഹത്തായ ത്യാഗം ഞങ്ങൾക്കറിയാം. അവൻ മറുവിലയായി ചൊരിഞ്ഞ വിലയേറിയ രക്തവും. സ്വർഗത്തിലെ ദൂതന്മാരുടെ എല്ലാ ഗാനങ്ങളും വളരെ സാമ്യമുള്ളതാണ്. എന്നാൽ ദൈവത്തിന്റെ ഓരോ വിശുദ്ധരുടെയും വീണ്ടെടുപ്പും അനുഭവവും വളരെ സവിശേഷവും വ്യത്യസ്തവുമാണ്. തിരുവെഴുത്ത് ഇപ്രകാരം പറയുന്നു: കർത്താവെ, ചുരുളെടുക്കുവാനും അതിന്റെ മുദ്രകൾ പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ കൊല്ലപ്പെട്ടു. എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ജനതകളിൽ നിന്നും നിന്റെ രക്തത്താൽ ഞങ്ങളെ ദൈവത്തിങ്കിലേക്ക് വീണ്ടെടുത്ത് ഞങ്ങളെ സൃഷ്ടിച്ച് രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു എന്ന് വെളിപ്പാട് 5-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് നമ്മെ ദൂതന്മാരെക്കാൾ ഉന്നതനാക്കിയിരിക്കുന്നു. ദൈവം ദൂതന്മാരെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കിയില്ല, എന്നാൽ അവൻ നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി. സങ്കീർത്തനക്കാരൻ പറയുന്നു: നീ അവനെ മഹത്വവും ബഹുമാനവും കൊണ്ട് കിരീടമണിയിച്ചു. നിന്റെ കൈകളുടെ പ്രവൃത്തികളിൽ നീ അവനെ അധിപതിയാക്കി, എല്ലാം അവന്റെ കാൽക്കീഴയാക്കി എന്ന്. ഇത് സങ്കീർത്തനം 8-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. രക്ഷയെ അവകാശമാക്കുന്നവർക്ക് ശുശ്രൂഷ ആത്മാക്കളായി കർത്താവ് വലിയ ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ കരുണ ചൊരിഞ്ഞ കർത്താവ് എല്ലാ ബഹുമാനത്തിനും സ്തുതിക്കും യോഗ്യനാണ്. ദാവീദ് രാജാവ് പറയുന്നു: യഹോവ വലിയവൻ, നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ അത്യന്തം സ്തുതിക്കപ്പെട്ടവനെന്ന്. ഇത് സങ്കീർത്തനം 48-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. സ്തുതിക്ക് യോഗ്യനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കും, അങ്ങനെ ഞാൻ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് സങ്കീർത്തനം 18-ാം അധ്യായം 3-ാം വാക്യത്തിലും കാണാൻ സാധിക്കും. നിങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിനെ സ്തുതിക്കുക. അപ്പോൾ ഇസ്രായേലിന്റെ സ്തുതികളിൽ സിംഹാസനസ്ഥനായ ദൈവം ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വിടുതൽ നൽകും. ഇത് സങ്കീർത്തനം 22-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ദൈവമക്കളെ, നിങ്ങളുടെ വീട് ഇരുട്ടിൽ വീഴേണ്ടതില്ല. മന്ത്രവാദത്തെയോ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. മോശ സ്വപ്നങ്ങളെക്കുറിച്ചോ നിങ്ങൾക്കെതിരായ ദുഷ്ടതന്ത്രങ്ങളെക്കുറിച്ചോ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ദൈവത്തെ സ്തുതിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ ഉറക്കം സുഖകരമായിരിക്കും. അത് നിങ്ങളെ സ്വർഗീയ ദർശനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം റോമർ 8-ാം അധ്യായം 28-ാം വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സഭാപ്രസംഗി 1, 2, 3 അധ്യായങ്ങൾ. വൈകുന്നേരം 2 കൊരിന്ത്യർ 11-ാം അധ്യായം 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.